അതിനുശേഷം തിരുവനന്തപുരത്ത് കുറെ നേരം സ്റ്റാൻഡ് ബൈ ഞാനിവിടെ ഫിക്സഡ് ആയിട്ട് വെച്ചു സ്റ്റാൻഡ് ബൈ വെച്ചു. അപ്പൊ ഞങ്ങളുടെ എല്ലാം കുറെ ഒരു നേതാവാണ്. അപ്പൊ ഇപ്പൊ രാജ്കുമാറിനെ കണ്ടപ്പോഴാണ്. അപ്പൊ രാജ്കുമാർ അവിടെ വന്നു വിട്ടു, ശ്യാം വന്നു വിട്ടു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന 3 സീനിയർ എഞ്ചിനീയേഴ്സ് ഈ കമ്പനിയിൽ ചാടാൻ വേണ്ടിയിട്ട് സിറ്റി കേബിളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഒരിക്കൽ സ്റ്റീവ് അത് നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാടാൻ പോവാ. കല്ലൂർ ഒരിക്കൽ ഏതോ ആവശ്യത്തിന് പോകുമ്പോൾ ഞാൻ സ്റ്റീവോട് പോകുമ്പോൾ മഴ വന്നു. അപ്പോ മഴ നനയാതെ കയറി നിൽക്കണം. അപ്പോഴാണ് എന്നോട് പറയണത്. എന്നിട്ട് കാർഡൊക്കെ തന്നു, സിറ്റി കേബിളിന്റെ കാർഡ്. അപ്പോൾ വളരെ മഞ്ഞ പച്ച ഷോപ്പും എല്ലാം ഉള്ള ഒരു കാർഡ്. എന്ത് കമ്പനി ഇതെന്തോ കാർട്ടൂൺ ചാനലിൽ പോലുള്ള ഒരു സിറ്റി കേബിളിന്റെ ലോഗോ അങ്ങനെയാണ്, ഒരു കാർട്ടൂൺ പോലെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യം ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചപ്പോ ഒന്നിനും ആൻസർ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നീട് അത് പഠിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പൊ അങ്ങനെ ചാടും. അപ്പൊ പക്ഷെ പിന്നീട് അത് പുള്ളി പോയില്ല. പക്ഷെ ഞങ്ങളെ വേറെ വഴി പുള്ളി തിരിച്ചു വിട്ടു. പുള്ളി പറഞ്ഞു, നമുക്ക് ഫ്യൂച്ചർ വേണമെങ്കിൽ TCP/IP പഠിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഉള്ളൂ. അപ്പോ യുണീക്സും TCP/IP പഠിക്കാൻ വേണ്ടി പുള്ളി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ യുണീക്സ് ആൻഡ് TCP/IP ഓഫീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പോവാണ്. അത് TCDA കോംപ്ലക്സിലാണ്. യുണീക്സ് TCP/IP അത് ക്ലാസ് കഴിയുമ്പോൾ പിന്നെ ഓരോ റെസ്റ്റോറൻറ്റിൽ പോകും. അപ്പൊ രാജ്യം കണ്ടപ്പോൾ അവർക്ക് എഴുതും. അപ്പൊ ഓരോ റെസ്റ്റോറൻറ്റിൽ ഓരോ ദിവസം പോകും. അപ്പൊ 5-6 പേരുണ്ട്. അന്ന് പക്ഷെ 100 രൂപയുള്ളൂ. 100-110 ഒക്കെ അത് ഭയങ്കര ബില്ലാണ്. 90 to 100 ആണ് അന്നത്തെ ബില്ല്. ഇപ്പോഴും ഞാൻ ഓർക്കണം. ഭയങ്കരമായ ഭക്ഷണം. ഒരു മാസം കൊണ്ട് ഞങ്ങളെല്ലാം തടിച്ചു. എന്നിട്ട് സിനിമയ്ക്കും അത് കഴിഞ്ഞിട്ട് തിരിച്ചെത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കല്യാണമൊക്കെ ആയപ്പോൾ പുള്ളി ഏറ്റുമാനൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോ ഞാൻ എറണാകുളത്ത് നിലയുറച്ചു. പറയാം. ഇല്ല, അതായിട്ടില്ല കാര്യങ്ങൾ. അപ്പോ അല്ല, അന്ന് തടിച്ച ഒരു കുട്ടിയുണ്ട്, അവരാണ് റിസപ്ഷനില്. പേര് ഞാൻ മനോന് മാറ്റായിരുന്നു. പക്ഷെ അപ്പോ ഒരിക്കലും ഞാൻ എന്നിട്ട് ഒരു സംഭവം എന്താ വെച്ചാൽ ക്ലാമ്പുകളല്ല, കുറെ എക്യുപ്മെന്റ്സ് ഏറ്റുമാനൂർ സെന്ററിലേക്ക് കൊണ്ടുപോകണം ഒരു ജീപ്പിൽ. അതുകൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് അഴിമതി സാറ്റർഡേ ഈവനിങ് കൊണ്ടുപോകാം. കാരണം എനിക്ക് വീട്ടിൽ പോവാം. അപ്പോൾ 8 രൂപ 10 രൂപ എനിക്ക് സേവ് ചെയ്യാം ഈ ഏറ്റുമാനൂർ വരെ ഉള്ളത്. അപ്പോൾ കൊണ്ടുപോയപ്പോ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തോ പുറകിലൊരു വണ്ടി, ഈ സെയിൽ ടാക്സിന്റെ വണ്ടിയാണ്. അവർ നമ്മളെ പിടിച്ചു. ഇതെന്താ സാധനം ചോദിച്ചു. അത് നമുക്ക് എവിടെ വയ്ക്കാൻ പറ്റാം, പേപ്പേഴ്സ് ഒക്കെ ഇവിടെ. അപ്പോൾ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് കാണിച്ചു. എവിടെ ഇതൊന്നും പോരാ, ഇതൊന്നും അല്ല നിയമം. നിങ്ങൾ എറണാകുളം സ്റ്റോറിൽ നിന്ന് ഏറ്റുമാനൂരേക്ക് മാറ്റണമെങ്കിൽ എറണാകുളം സ്റ്റോറിൽ നിന്ന് സെയിൽസ് ഓഫീസിന് അറിയിക്കണം, ഇങ്ങനെ ഇത് മാറ്റുന്നുണ്ട്, ഇതാണെന്ന് പറഞ്ഞിട്ട്. ഭാഗ്യത്തിനോട് സ്റ്റീവി ഉണ്ട്. സ്റ്റീവി അത് വന്ന് കയറി പിടിച്ചു. അപ്പൊ ഞാൻ വളരെ ഏനാണ്, എനിക്ക് പിടിയില്ല. ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി, എന്ത് ചെയ്യും വരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ സ്റ്റീവി അത് കയറി പിടിച്ചു. അപ്പോ സ്റ്റീവി അത് ഹാൻഡിൽ ചെയ്ത് വരികയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ സ്റ്റീവി അത് 3 പേരോട് സംസാരിച്ചു. സ്റ്റീവി അത് എന്ത് ചെയ്യുന്നു, ഇത് ഇങ്ങനെയാണ്, രക്ഷയില്ല. ശരി, ഒരു കാര്യം കോർപ്പറേറ്റ് ഓഫീസ് സംസാരിക്കുന്നു പറഞ്ഞു. സ്റ്റീവി അവിടെ ഏറ്റവും ചൂടായ ഒരാളുണ്ട്. അങ്ങനെ കൂട്ടിയിട്ട് ഒരു ബൂത്തിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് കൂടാണ്ട് പുള്ളി അവരെ പറഞ്ഞു വിട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടടിച്ചിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്തു. അപ്പൊ ഞാൻ സ്റ്റീവി ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു, നീ വാടാ അടുത്ത ബാറിലേക്ക് കൊണ്ടുപോയി. അടുത്ത ബാറിൽ കൊണ്ടുപോയിട്ട് സ്റ്റീവ് പറഞ്ഞു, ഞാൻ നിന്ന് നിൽക്കും, 1000 രൂപ ഉണ്ടാക്കി. സ്റ്റീവ് അതെങ്ങനെ ഇതെങ്ങനെ ഇവരെ പറഞ്ഞു വിട്ടു, ഇതെങ്ങനെ 1000 രൂപ ഉണ്ടാക്കിയാണ്. എടാ നിനക്കറിയോ, ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ PRA വിളിച്ചിട്ട് സാറേ ഇതിങ്ങനെ എവിടെമാരും ടാക്സായിട്ട് പിടിച്ചേക്കും, ഒരു രക്ഷയിലോട്ടോ, 3 പേരുണ്ട്, എന്ത് ചെയ്യും. അപ്പൊ PR ഒരു പണി 500 കൊടുക്കും. ഓക്കെ ഫോൺ വെച്ചു. അപ്പൊ ഈ ചൂടായ സ്റ്റീവ് എന്താ പറഞ്ഞു, സാറ് പറഞ്ഞു 200 കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു, ഓ ശരി, ഞാൻ മറ്റോട് പറഞ്ഞു നോക്കാം, മറ്റു 2 പേരോട് പറഞ്ഞു നോക്കാം. ഞാൻ 200 കൊടുത്തു. ബാക്കി 300 പുള്ളി വെച്ചു. ആ 300 എന്നുള്ള ഒരു ബ്രാൻഡി, ഒരു 60 ബ്രാൻഡി, അതിന്റെ ടേസ്റ്റ് ഇപ്പോഴുണ്ട്. ഞാനും കുടിച്ചു. അപ്പൊ 8 രൂപ സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിന് പോയത്. എന്നിട്ട് ഏറ്റവും പാലായി പോയി. പാലായിന്ന് ലാസ്റ്റ് ബസ് പോയി. അവിടുന്ന് ഓട്ടോ പിടിച്ച് 60 രൂപ കൊടുത്തു. 60 രൂപ. അപ്പൊ 8 രൂപ സേവ് ചെയ്യാൻ പോയി ഞാൻ 60 രൂപ മുടക്കി വീഴ്ത്തി. അപ്പോ പക്ഷെ അന്ന്
എപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് പുള്ളി പറഞ്ഞ സംഭവം പിന്നീട് ഞാൻ എപ്പോഴും ഒരാൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഭയങ്കരമായി ചൂടാവുക, ഭയങ്കരമായി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് പുള്ളിക്ക് അതിൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം പഠിച്ചത്. ഇപ്പോഴും കറക്റ്റ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു, വെറൈസോണിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്, സ്റ്റീവ് ജോസഫ്. വെറൈസോൺ ഞാൻ പണ്ട് KSEB-യിലെ കേൾക്കൂലിയോട് 100 കൊടുത്തിരുന്നത് 100 മില്യൺ കൊടുക്കണം. പുള്ളിക്ക് പക്ഷെ അന്നും ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു, ആ ഒരു ബിസിനസ് സെൻസ്. അതെ, നമ്മൾ സിസ്റ്റം എങ്ങനെ നന്നായി നടത്താമെന്ന് ആലോചിക്കുന്ന സമയത്ത് പുള്ളിക്ക് പക്ഷെ അതിനൊരു കുറച്ചുകൂടി ഒരു 1 സ്റ്റെപ്പ് അഹെഡ് ആയിരുന്നു അദ്ദേഹം. പക്ഷെ പിന്നീട് ഈ സിന്ധു വന്നത് 3 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. സിന്ധു ഈ ഇവിടെ ഈ സെന്ററിൽ മനോജിന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അതിൽ കൂടുതൽ അതിൽ റൊമാൻസ് ഒന്നും അവിടെ വന്നിട്ടില്ല. റൊമാൻസ് നടന്ന സംഭവങ്ങൾ അത് എക്സായി പോയി. അങ്ങനെ ബാക്കി പ്രദീപിന്റെ ചാറ്റ് വരുമ്പോ പറയും. അല്ലല്ല, ഇതിൽ കഥയൊന്നുമില്ല. അതില് ആക്ച്വലി സിറ്റി കേബിളിൽ ജോയിൻ ചെയ്ത ശേഷം മാത്രമാണ് ഒരു അപ്രോച്ച് ഞാൻ നടക്കുന്നത്. അതാണ് അതിന് സത്യം. നമ്മളിപ്പോ 10-20 കൊല്ലമായി നടക്കാണല്ലോ. അപ്പൊ ഒരാൾ മാത്രമല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ അതായത് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മള് എറണാകുളത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് പുള്ളി ബ്ലൂ സ്റ്റാർ ഇങ്ങനെ എന്തോ ഒരു കമ്പനി പോയി. ഇവർ രണ്ടും കൂടെയാണ് യാത്രയൊക്കെ, ഡൽഹിയിലെല്ലാം ഒന്നിച്ച് യാത്ര. അപ്പോ എന്റെ ഒരു മാനേജറുണ്ടായിരുന്നു അജയ് സാർ. അപ്പൊ പുള്ളി ഇവർ രണ്ടും കൂടെയാണ് യാത്ര, അത് ശരിയല്ലോ. അതെ, പക്ഷേ കിഴകുണ്ടെന്നേ പറയുള്ളൂ കേട്ടോ, ഗുണമുണ്ടായില്ല. കിട്ടിയ ചായത്തിന്റെ മുകളിൽ എടുക്കില്ല. അതുകൊണ്ടാണ് കൈ പറ്റി പോയത്. അതൊരു റൂമിൽ രാത്രി കിടന്നിട്ട് അപ്പൊ പുള്ളി സെന്റ് തോമസ് അയക്കുന്നു. താങ്ക് യു, ബൈ ബൈ. ഹലോ, മനു ഇതിനിടയിൽ വലിയ കള്ളം പറഞ്ഞു. അതായത് സ്റ്റീവ് 200 വെച്ച് വാങ്ങിച്ചു, 300 വെച്ച് കൊടുത്തു, നമ്മൾ പോയി കള്ളു കുടിച്ചു. പക്ഷെ മനുവിന് കളവത്ത് റോഡിൽ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു ഓഫീസിൽ നമ്മൾ ഒന്നിച്ച് താമസിച്ചിരുന്നു. അന്ന് നമ്മൾ കള്ളു കുടിക്കുമ്പോൾ ഇതെങ്ങനെയല്ലേ നിങ്ങൾ കുടിക്കണമെന്ന് ചോദിച്ച വ്യക്തിയാണ് മനു. അന്ന് ഞാൻ മനുവിനെ കുടിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ പരാജയപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ പിന്നെ ഒരു കാലത്ത് മനു കള്ളു കുടിക്കണമെങ്കിൽ എന്റെ കണ്ണ് തള്ളി. അപ്പൊ അതൊരു കള്ളം പറയുമ്പോ ഇവിടെ മനു, അതേപോലെ ശ്യാം. മനു കല്ല് എന്നാലും കിഡ്നിയിൽ മൂത്രസഞ്ചിയിൽ കല്ല് പിടിച്ച് പിന്നെ തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ മനു സ്ഥിരം കാണാൻ പോയി അവിടെ നഴ്സിനെ വളർച്ച വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് പറയാം, അന്ന് ബി ജി മേനോൻ പറഞ്ഞു അടുത്ത ആൾ ഇതാ നിൽക്കുന്നത് ശ്യാമിനെ, അതിന് ജയിച്ചതിനെ വല്ലപ്പോഴും കുറച്ച് കള്ളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അതൊരു കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം. ഇനി അടുത്തയാളെ ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ അജിത് ഫ്രം കാലിക്കറ്റ്. വിചാരിച്ചില്ല. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി എന്റെ പേര് അജിത്. ഞാൻ 92-ലാണ് ഏഷ്യാനെറ്റ് ജോയിൻ ചെയ്തത്. ഏഷ്യാനെറ്റ് കാലിക്കറ്റിലാണ് അന്ന് ജോയിൻ ചെയ്തത്. കാലിക്കറ്റിൽ ജോയിൻ ചെയ്ത് വന്നപ്പം അവിടെ ഓഫീസൊന്നുമില്ല, ബെഞ്ചും ഡെസ്കും ഒക്കെയാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പം അങ്ങനെ ബെഞ്ചും ഡെസ്കിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പോൾ അങ്ങനെയാണ്
ഒരു എഞ്ചിനീയറോടുണ്ടായിരുന്നു രമേശ്. അങ്ങേര് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞാനാണ് കേബിൾ ടി വി കണ്ടുപിടിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് കേബിൾ ടി വി ഒക്കെ പഠിപ്പിച്ചു തന്നു. നൗഷാദിന് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ കേബിൾ ടി വി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ രമേശാണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചെന്നത് വെച്ചിട്ടാണ് ചവിട് ഓരോ പടിപടിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ്. എങ്ങനെയാണ് ആംപ്ലിഫയർ ബാലൻസ് ചെയ്യണ്ടേ എന്നങ്ങനെ. പിന്നെ ഒന്നും ഓർമ്മയിൽ അങ്ങനത്തെ പെട്ടെന്ന് വരുന്നില്ല. പിന്നെ ഞാൻ രമേശ് മനോജ് ചെറിയാനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ അതാണ് ഓർമ്മയിൽ. ഓട്ടോറിക്ഷ ടോപ്പിൽ ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ കുറച്ച് ദിവസം കോടതിയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതൊരു സ്ഥിര സംഭവമായിരുന്നു. പിന്നെന്താണ്, പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ദുബായിലാണ്. താങ്ക് യു. രമേശ് കുറച്ച് മനസ്സിലുണ്ട്, അത് മാറും. അടുത്തായിട്ട് നമ്മുടെ രാജ്കുമാറിന് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. രാജ്കുമാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.